السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അൽ ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള അൽ അർബഊൻ അൻ-നവവിയ്യ, ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്നത് പേരിൽ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ വിശദീകരണത്തോടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ ഹാഫിദ് അൻ-നവവി സഹോദരങ്ങളെ വളരെ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. ലോകത്ത് അദ്ദേഹത്തിൻ്റെ പേര് എത്താത്ത സ്ഥലങ്ങൾ കുറവായിരിക്കും. ഇൽമു പഠിച്ചു തുടങ്ങുന്ന ഏതൊരു മതവിദ്യാർത്ഥിയും താലിബുൽ ഇൽമും അദ്ദേഹത്തിൻ്റെ കിതാബുകൾ അവലംബിക്കാതെയില്ല. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് യഹ്യ ബിൻ ഷറഫ് എന്നാണ്. അബൂ സക്കരിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുനിയത്ത്. അബൂ സക്കരിയ യഹ്യ ബിൻ ഷറഫ് അൻ-നവവി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം. ലഖബായിക്കൊണ്ട് മുഹിയുദ്ദീൻ എന്നറിയപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഒരാത്മ പ്രശംസക്ക് വകവെക്കുന്ന ആ പേര് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അഥവാ ദീനിനെ ജീവിപ്പിച്ചവൻ എന്നാണ് ആ വാക്ക് മുഹിയുദ്ദീൻ എന്നുള്ളത്. അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിനയം നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം സഹോദരങ്ങളെ ഹിജ്റ 631 ജനിക്കുന്നത്, 7-ാം നൂറ്റാണ്ടിലാണ്. പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യവും അതാണ്. അവർ ഏത് കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആധുനികരാണോ, സലഫുകളിൽപ്പെട്ടതാണോ? അദ്ദേഹം ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ 631 ജനിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം ജനിച്ച സ്ഥലത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അൻ-നവവി എന്നുള്ളത് ദമസ്കസിലെ അദ്ദേഹം ജനിച്ച സ്ഥലമായ നവ എന്ന ഗ്രാമത്തിലേക്ക് ചേർത്തി പറഞ്ഞതാണ്, നിസ്ബ ചെയ്തതാണ് അൻ-നവവി എന്നുള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് വായിക്കാറുള്ള എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. കൂർമ്മമായ ബുദ്ധിയും ഓർമ്മശക്തിയും അതുപോലെ ഭൗതികമായ വിരക്തിയുമെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൽ സമ്മേളിച്ചിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അഗാധമായ പാണ്ഡിത്യം നേടിയിരുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കുക, ഹദീസിൻ്റെ വിജ്ഞാനത്തിൽ ആഴത്തിൽ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സഹോദരങ്ങളെ അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ നേടിയതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. കാരണം അദ്ദേഹത്തിന് ഷാഫിഈ ഫിഖ്ഹിൽ, കർമ്മശാസ്ത്രത്തിൽ വളരെ മഹത്തരമായ സംഭാവനകളുണ്ട്. അതോടൊപ്പം തന്നെ ഹദീസിൻ്റെ വിജ്ഞാനത്തിലും അദ്ദേഹത്തിന് വലിയ സംഭാവനകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻഷാ അല്ലാഹ് അൽ അർബഊൻ എന്ന് പറയുന്ന ഹദീസ് സമാഹാരം. അതുപോലെ തന്നെ റിയാദുസ് സാലിഹീൻ എന്നുള്ള ഹദീസ് ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ ലോകമെമ്പാടും പ്രചരിച്ചിട്ടുള്ള ഒരു മഹത്തരമായ ഗ്രന്ഥമാണ്. അതേപോലെ സഹോദരങ്ങളെ ഫിഖ്ഹിൽ അദ്ദേഹത്തിന് വലിയ ഗ്രന്ഥരചനകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥരചനയിൽപ്പെട്ടതാണ് അൽ മുഹദ്ദബ് എന്നുള്ള ഗ്രന്ഥത്തിന് അദ്ദേഹം എഴുതിയ ഷർഹുൽ മുഹദ്ദബ് അൽ മജ്മൂ എന്നറിയപ്പെടുന്ന ആ ഗ്രന്ഥം ബൃഹത്തായൊരു ഗ്രന്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലത്ത് അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം അതിനു മുമ്പ് മരണപ്പെട്ടു പോയി. പണ്ഡിതന്മാർ പറയുകയാണ്, അതെങ്ങാനും അദ്ദേഹം പൂർത്തീകരിച്ചുവെങ്കിൽ ഭൂമി ലോകത്ത് അറിയപ്പെട്ട പകരം വെക്കാനില്ലാത്തൊരു ഫിഖ് ഗ്രന്ഥമായി തീർന്നേനെ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമിന് അദ്ദേഹം ഷർഹ് എഴുതിയിട്ടുണ്ട്. അൽ മിൻഹാജ് എന്നുള്ളത് ഇമാം മുസ്ലിമിൻ്റെ വളരെ ഇമാം നവവിയുടെ ഇമാം മുസ്ലിമിന് നൽകിയ ഷർഹാണ്. അതുപോലെ അദ്കാറുകളെ കുറിച്ച് വിശദീകരിച്ച അൽ അദ്കാർ എന്ന ഗ്രന്ഥവും അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാത്ത അനേകം ഗ്രന്ഥങ്ങൾ സഹോദരങ്ങളെ അദ്ദേഹത്തിനുണ്ട്.
പക്ഷേ ഏറ്റവും അത്ഭുതം നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വെറും 45 വർഷം മാത്രമാണ് ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളത്. വെറും 45 വർഷത്തിൽ അദ്ദേഹം ഇത്രമാത്രം ഇൽമ് നേടുകയും അതുപോലെ ദീനിന് വേണ്ടിയിട്ടുള്ള ഖിദ്മത്തുകൾ അദ്ദേഹം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആയുസ്സിന് വലിയ ബറക്കത്താണ് നൽകിയത്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഖിദ്മത്തുകൾ അള്ളാഹുവിന്റെ ദീനിന് നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീഖ് നൽകി. അങ്ങനെ ഹിജ്റ 676 അദ്ദേഹം തന്റെ 45-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ നവയിലേക്ക് തന്നെ മടങ്ങി അവിടെ വഫാത്താകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ രൂപത്തിൽ മാത്രം സഹോദരങ്ങളെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ഹദീസിന്റെ വിശദീകരണം അത് ചെറിയ രൂപത്തിൽ ചുരുങ്ങിയ രൂപത്തിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥമായ അൽ അർബഊൻ എന്നുള്ളത് നമുക്കറിയാം, അതിന്റെ പേരിലുള്ളതുപോലെ തന്നെ 40 എന്നാണ് ഉള്ളത്. എന്നാൽ ഈ ഹദീസിൽ 42 ഹദീസുകളുണ്ട്. അറബി ഭാഷയിൽ എണ്ണത്തിൽ അങ്ങനെ ഒരു നിയമം അവർ വെക്കാറുണ്ട്. ഒരു 39 ആയാലും ശരി, 40, 41, 42 ആയാലും ശരി, അതിനെ ഏറ്റവും അടുത്തുള്ള പൂർണ്ണമായ ഇത്തരം അക്കങ്ങളിലേക്ക്, നമ്പറുകളിലേക്ക് മാറ്റുക എന്നുള്ളത് അറബി ഭാഷയിൽ അറിയപ്പെട്ട ഒരു നിയമമാണ്. അൽ അർബഊൻ എന്നുള്ളതിൽ യഥാർത്ഥത്തിൽ 42 ഹദീസുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ 42 ഹദീസുകളും സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയുന്നത് അത് ദീനുൽ ഇസ്ലാമിന്റെ ഉസൂലുകൾ അഥവാ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ക്രോഡീകരിച്ചിട്ടുള്ള ഹദീസുകളല്ല, മറിച്ച് ദീനിന്റെ എല്ലാ മേഖലയിലേക്കും ഉപകരിക്കുന്ന അടിസ്ഥാനങ്ങൾ പാകുന്ന ഹദീസുകളാണ് യഥാർത്ഥത്തിൽ ഈ 42 ഹദീസുകളും. ഓരോ ഹദീസും നമുക്ക് ഒരുപാട് വിഷയങ്ങളിലേക്ക് ഉപയോഗപ്പെടുന്നതുമാണ്. അപ്പം അത്രയും പ്രത്യേകത ഈ ഹദീസുകൾക്കുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഷേഖുമാരിൽപ്പെട്ട ഇബ്നു സലാഹ് റഹിമഹുല്ല ഹദീസ് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം 26 ഹദീസുകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നീട് ഇമാം നവവി റഹിമഹുല്ല ബാക്കി ഹദീസുകൾ കൂടി പൂർത്തീകരിച്ച് അദ്ദേഹം 42 ഹദീസുകളുള്ള ഗ്രന്ഥമാക്കി തീർക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം മഹാനായ അൽ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹം ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന് പറഞ്ഞ് ഇമാം നവവിയുടെ ഈ ഹദീസ് ഗ്രന്ഥത്തിന് വിശദീകരണം എഴുതുകയുണ്ടായി. അവിടെ അദ്ദേഹം 8 ഹദീസുകൾ കൂടി പൂർത്തീകരിച്ച് 50 ഹദീസുകളാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചത്. അതും വളരെയധികം പ്രശസ്തമായിട്ടുള്ള ദീൻ പഠിക്കുന്ന ആളുകൾക്ക് ഏറെ ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. അൽ ഹദീസുൽ അവ്വൽ عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه رواه إمام المحدثين البخاري ومسلم في صحيحهما الذين هما أصح الكتب المصنفة. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഹദീസിന്റെ തഖ്രീജിൽ അഥവാ ഹദീസിന് ഏത് ഗ്രന്ഥത്തിലാണ് എന്നതിൽ ഇമാം നവവി വളരെ പുകഴ്ത്തിക്കൊണ്ടാണ് ബുഖാരിയെയും മുസ്ലിമിനെയും പേരുദ്ധരിച്ചത് എന്ന് കാണാൻ സാധിക്കും. റവാഹു ഇമാമ അൽ മുഹദ്ദിസീൻ, ഹദീസ് വിജ്ഞാന പണ്ഡിതന്മാരുടെ ഇമാമുമാരായ 2 ഇമാമുമാരാണ് എന്നാണ് പറയുന്നത്. ചില ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം അവരുടെ പേര് മുഴുവനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബുഖാരി മുസ്ലിമിനെയും കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇമാമുമാരാണ് എന്നാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അവർക്ക് ഇമാമത്തിനുള്ള സ്ഥാനമുള്ളത് അവരുടെ ഗ്രന്ഥരചന കൊണ്ടും അതുപോലെ ഇൽമുൽ ഹദീസിൽ അവർക്കുള്ള ആഴത്തിലുള്ള വിജ്ഞാനം കൊണ്ടും അവർ ഇമാമുമാർ തന്നെയാണ്. അഥവാ ഒരു ഹദീസ് പണ്ഡിതൻ എന്നുള്ള നിലയിൽ ഏറ്റവും അറിയപ്പെട്ട മഹാന്മാരായ 2 പണ്ഡിതന്മാരാണ് ഇമാമുൽ ബുഖാരി അതുപോലെ തന്നെ ഇമാമുൽ മുസ്ലിം റഹിമഹുമുള്ള. അതുപോലെ അവരുടെ സഹീഹുകൾ, അവർ ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ള അതിനുവേണ്ടി അവർ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളെല്ലാം തന്നെ
പകരം വെക്കാനില്ലാത്തതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഹുമാ അസ്സഹുൽ കുതുബിൽ മുസന്നഫ, രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സഹീഹായ ശരിയായിട്ടുള്ള ഗ്രന്ഥമാണ്. അഥവാ പണ്ഡിതന്മാർ പറയാറുള്ളത്, അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ, ഖുർആൻ കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് ഏറ്റവും സഹീഹായ കിതാബ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സഹീഹുൽ ബുഖാരിയാണ്. അതിനുശേഷം സഹീഹ് മുസ്ലിമുമാണ്. അത്രയും വലിയ സ്ഥാനം മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ട് ഈ രണ്ട് ഗ്രന്ഥങ്ങൾ. ഈ രണ്ട് ഇമാമുമാരും അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ഹദീസായിട്ടാണ് ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ അധ്യായം നിയ്യത്തുമായി ബന്ധപ്പെട്ടതല്ല. ബാബു ബദ്ഇൽ വഹി, വഹീന്റെ ആരംഭം എന്നാണ് അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥം ആരംഭിക്കുന്ന അധ്യായം. അങ്ങനെയാണ് ബുഖാരി. അതിൽ വഹി ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ആദ്യം കൊടുക്കുന്നത്. പക്ഷേ അതിനെല്ലാം മുമ്പിലായി ഇമാമുൽ ബുഖാരി റഹിമഹുല്ല ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. കാരണം മുൻഗാമികളിൽ പലരും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഹദീസ് എന്ന് പറയുന്നത് ഏതൊരു ഗ്രന്ഥരചനയുടെയും ആദ്യത്തിൽ വെക്കേണ്ട ഒരു ഹദീസാണ്. അല്ല, ചിലർ പറഞ്ഞു ഏതൊരു ഫിഖ്ഹിന്റെ ബാബാണെങ്കിലും ശരി, ഏതൊരു ഹദീസിന്റെ അധ്യായമാണെങ്കിലും ശരി, അവിടെ ഒന്നാമതായി ഈ ഹദീസ് വെക്കുക എന്നുള്ളത് ഏറ്റവും യോജിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് നീയത്തുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്ന ഹദീസാണിത്. ഈ ഹദീസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. നാം ദീൻ പഠിക്കുകയാണെങ്കിലും ശരി, മറ്റെന്തെങ്കിലുമൊക്കെ ഇബാദത്തിൽ ഏർപ്പെടുകയാണെങ്കിലും ശരി, ഈ ഹദീസ് വളരെ അനിവാര്യമായ ഒരു ഹദീസ് തന്നെയാണ്. വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഹദീസ് തന്നെയാണ് എന്നതുകൊണ്ട് അത്രയും പ്രാധാന്യമുണ്ട് എന്നാണ് ഇമാം അൽ ബുഖാരി റഹിമഹുല്ല ഒന്നാമത്തെ ഹദീസായി ഇത് കൊണ്ടുവരാനുള്ള കാര്യവും അതാണ്. നോക്കാം, ഈ ഹദീസിന്റെ ഓരോ വാചകങ്ങൾ വായിച്ചിട്ട് അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഹദീസ് റിവായത്ത് ചെയ്ത റാവി അദ്ദേഹം പറയുന്നത് അൻ അമീരുൽ മുഅ്മിനീന അബി ഹഫ്സിൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നാണ്. ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ ഒരു പ്രത്യേകത കാണാൻ സാധിക്കും. ഓരോ റാവിയും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബിയെയും ആദ്യമായി ഉദ്ധരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരും കുനിയത്തുണ്ടെങ്കിൽ അതുമെല്ലാം എടുത്തു കൊടുത്തിട്ടാണ് ഉദ്ധരിക്കാറുള്ളത്. പിന്നീട് ആവർത്തിക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് ഒന്നാമതായി കൊടുത്തത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ലഖബ്, നാമകരണം അൻ അമീരുൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീങ്ങളുടെ അമീറാണ്, നേതാവാണ് എന്നാണ്. മുഅ്മിനീങ്ങളുടെ അമീർമാർ ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി മാറിയപ്പോഴാണ്. അദ്ദേഹമാണ് സ്വന്തമായി അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറാണ് എന്ന പേര് സ്വീകരിച്ചത് എന്ന് കാണാൻ സാധിക്കും. ജനങ്ങളുടെ കൂട്ടത്തിൽ ആ പേര് സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരാളും അദ്ദേഹമായിരുന്നു. എത്രത്തോളം നമുക്ക് പറയാം, അന്ന് ഭൂമി ലോകത്തുള്ള ഏറ്റവും ഖൈറുള്ള മനുഷ്യൻ ഉമർ അല്ലാതെ മറ്റാരുമില്ല. സുബ്ഹാനല്ലാഹ്. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം ഭൂമി ലോകത്ത് അദ്ദേഹത്തെക്കാൾ ഖൈറുള്ള ഒരു മനുഷ്യനില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ഖൈറുൽ ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് ശേഷം ഏറ്റവും ഖൈറുള്ളയാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ശേഷമേ ബാക്കിയുള്ള സഹാബികൾ പോലും വരികയുള്ളൂ. ഇപ്പൊ ഭൂമി ലോകത്ത് ഏറ്റവും ഖൈറുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അമീറുൽ മുഅ്മിനീനാണ്. ആ പേര് വിളിക്കപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് അൽ ഫാറൂഖ്, ഉമർ അൽ ഫാറൂഖ് എന്ന പേരുമുണ്ട്. നന്മയും തിന്മയുമെല്ലാം വേർതിരിക്കുന്നവൻ എന്ന പേരുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതയുള്ള മഹാനായ സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയായിട്ട് ഉമർ ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് തന്നെ മതിയായതല്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്വർഗത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ സ്വഹാബിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണത്തോടുകൂടി മുസ്ലിമീങ്ങൾക്ക് വലിയ ഇസ്സത്തുണ്ടായി, പ്രതാപമുണ്ടായി. ആളുകൾ ധൈര്യത്തോടുകൂടി ഇസ്ലാം ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കടന്നുവരവോടുകൂടി മുസ്ലിമീങ്ങൾക്ക് വലിയ ശക്തിയും ധൈര്യവുമെല്ലാം ഉണ്ടായി. കാരണം അദ്ദേഹം ധീരനായിരുന്നു. അദ്ദേഹം വലിയ ധീരനായിരുന്നു. ആളുകൾക്ക് അദ്ദേഹത്തോട് വലിയ ഭയവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗാംഭീര്യത്തിൽ ആളുകൾ അത്ഭുതപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള മഹാനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലേക്ക് വന്നാൽ ആ വഴിയിലൂടെ പിശാച് പോലും വരാൻ ഭയപ്പെടും.
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മഹത്തരമായ ഒരുപാട് ശ്രേഷ്ഠതയുള്ള മഹാനായ സ്വഹാബിയാണ് അദ്ദേഹം. ചെറിയ വിശദീകരണത്തോടുകൂടി പോകുന്ന ഹദീസ് ക്ലാസ് ആയതിനാൽ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ സഹോദരങ്ങളെ, സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ ശപിക്കട്ടെ എന്ന് പറയുന്നവരാണ് ഷീഈ റാഫിളുകൾ എന്നുള്ള കാര്യം മുഅ്മിനീങ്ങൾ അറിയാതെ പോകരുത്. പല മുസ്ലിമീങ്ങൾക്കും അത് അറിയില്ല. നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ല. അവർക്കറിയില്ല ഇന്ന് ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം, അവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ മജൂസിയുടെ ഖബർ അത് ആരാധിക്കപ്പെടുന്നു. ആ മജൂസിയുടെ സഹോദരങ്ങളെ, അയാളുടെ ആ വൃത്തികെട്ട ഖബർ അതിന്നും അവിടെ ആരാധിക്കപ്പെടുന്ന ഒരു ജാറമാണ്. അവർ പൊളിച്ചിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഉമർ ഇസ്ലാമിന്റെ ശത്രുവാണ്. ഉമറിനെ കൊന്നവൻ ഇസ്ലാമിന്റെ രക്ഷകനുമാണ്. അതുകൊണ്ട് അവർ അത് പൊളിക്കുകയുമില്ല. അത് അവരുടെ അഖീദയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും ഇവിടെ വലിയ ഇസ്ലാമിന്റെ നേതാവാണെന്ന് മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകൾ അഭിമാനത്തോടുകൂടി എഴുതി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കടന്നു വരുന്ന വഴിയിൽ നമ്മുടെ അടുത്ത പ്രദേശമായ ചാലാട് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വലിയൊരു ഫ്ലക്സ് കാണുകയാണ്. ഈ ഖുമൈനിയുടെ പേര് പുകഴ്ത്തിക്കൊണ്ട് ഷഹീദാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പല സ്ഥലത്തും ഉണ്ടാകാം, ചിലപ്പോൾ കണ്ണൂർ സിറ്റിയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുസ്ലിമീങ്ങൾ തിങ്ങിക്കൂടുന്ന എന്നാൽ അറിവില്ലാത്ത സാധുക്കളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ട്. ആളുകൾക്ക് അറിയുന്നില്ല. ആളുകൾ പലപ്പോഴും അമേരിക്കക്കെതിരെ ആരാണോ ശക്തമായി നിലകൊള്ളുന്നത് അവരെല്ലാം ഇസ്ലാമിന്റെ ആളുകളാണെന്നാണ് ധരിക്കുന്നത്. സഹോദരർ, ഒരൊറ്റ ചോദ്യം: അബൂബക്കറിനെയും ഉമറിനെയും നമ്മുടെ ഉമ്മമാരായ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ ശപിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ? സുബ്ഹാനല്ലാഹ്, എവിടെ പോയി മനുഷ്യരുടെ ബുദ്ധി? എവിടെ പോയി? അവർ അമേരിക്കക്കെതിരെ എതിരാണ് എന്നുള്ളത് കൊണ്ട് ഉമറിനെ വെറുക്കുന്ന ഒരാളെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? എന്തു ബുദ്ധിയാണ്, എന്ത് ഇസ്ലാമിന്റെ പ്രാഥമിക വിവരമാണ് നിനക്കുള്ളത്? ഉമറിനെ ശപിക്കുന്നവനെ നീ സ്നേഹിക്കുകയോ? നിന്റെ ഉപ്പയെ ശപിക്കുന്നവനെ, നിന്റെ ഉമ്മയെ വ്യഭിചാരിയാണെന്ന് പറയുന്നവനെ നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ? അത് അവരുടെ അഖീദയാണ്. ഇത് അവരുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്. അതവരെത്ര മറച്ചു വെച്ചാലും അവരുടെ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ അവർക്ക് നിഷേധിക്കാനാകാതെ ചില ആളുകൾ പറയാൻ, ഇന്നത്തെ ഭരണാധികാരികളൊന്നും അങ്ങനെയല്ല. നഊദു ബില്ലാഹ്, അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണ് സഹോദരങ്ങളെ. അവർക്ക് ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി പലപ്പോഴും അവർ ഇന്ന് വലിയ ചർച്ചകളിലും മറ്റുമൊക്കെ അത് പറയാറില്ല. പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. അവരുടെ പണ്ഡിതന്മാർ അത് മടിയില്ലാതെ പറയുന്നുണ്ട്. ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അബൂബക്കറും ഉമറും കാഫിറാണെന്ന് പറഞ്ഞാലല്ലാതെ നിനക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന്. സൗദി അറേബ്യയുടെ ഭരണം അവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, മദീന അവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, ആദ്യം അവർ ചെയ്യാൻ പോകുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമയുടെയും ഖബറുകൾ അവിടുന്ന് പുറത്തെടുത്ത് കളയുമെന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടെ 2 ഖബറുള്ളത് അവർക്ക് സഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിച്ചതാണ്. ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് തന്നെ കടക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി. അവരുടെ ഖബറിടമാകട്ടെ റൗളത്തും മിൻ റിയാദിൽ ജന്നയ, സ്വർഗീയ പൂന്തോട്ടങ്ങളിൽപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ 3 പേരും ഒരുമിച്ച് സ്വർഗത്തിൽപ്പെട്ട ആളുകളാണ്. അത്രയും മഹാനായ സ്വഹാബിയെ ശപിക്കുന്നതിൽ ഇവർക്ക് യാതൊരു പ്രയാസമില്ല. ഇത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മദ്രസകളിൽ പഠിച്ചു വന്നിരുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് ഈ ആളുകൾ ഇനി അബൂബക്കറിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, ഉമറിനെ കുറിച്ചൊന്ന് ശരിക്കും പഠിക്കേണ്ടതുണ്ട്, ചരിത്രമൊക്കെ ഇവിടെ ഒരുപാട് വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് തശ്കീക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം അങ്ങനെയാണ് ആളുകൾ വഴിതെറ്റിച്ചു കൊണ്ടുപോകുക. ഒറ്റയടിക്ക് ഒരുത്തിന് ഷിയൊന്നും ആക്കാൻ സാധിക്കുകയില്ല. സഹാബികളൊന്നും ഇങ്ങനെ പറയുന്നത് പോലെ എല്ലാവരും എടുക്കാനൊന്നും പറ്റൂല. ശരിക്കും ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് ചില ഗ്രന്ഥങ്ങളൊക്കെ അത് പുറത്തേക്ക് ഇറക്കും. ആ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇല്ലാത്ത കളവുകൾ, സഹോദരങ്ങളെ, പച്ചക്കളവുകൾ, ഒരു തെളിവുമില്ലാത്ത കളവുകൾ സ്വഹാബികളെ കുറിച്ച് അവരങ്ങനെ ചെയ്തിരുന്നു, അവരിങ്ങനെ ചെയ്തിരുന്നു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കാൻ ശ്രമിച്ചവരാണ്, അവർ ഖുർആനിലുള്ള കാര്യങ്ങൾ മറച്ചുവെച്ചവരാണ്, ഖുർആനിന്റെ ആശയങ്ങളെ മൂടിവെച്ചവരാണ്, ഖുർആനിലെ പല ഭാഗങ്ങളും അവർ കത്തിച്ചു കളഞ്ഞു എന്ന രൂപത്തിലുള്ള ഒരു നിലക്കും സഹോദരങ്ങൾ തെളിവില്ലാത്ത, ചരിത്രരേഖയിലോ എവിടെയോ തെളിവില്ലാത്ത കാര്യങ്ങൾ വെറുതെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഈ മജൂസി ഷിയാക്കൾ എഴുതി ഉണ്ടാക്കുകയാണ്. മലയാളത്തിൽ അത് പ്രചരിക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ ഒന്നാമത്തെ ഘട്ടത്തിൽ വായിക്കും. അടുത്ത സമൂഹത്തിലേക്ക് എത്തുമ്പോൾ സ്വഹാബികളുടെ ശ്രേഷ്ഠത അറിയാത്തതായ കുട്ടികളായിരിക്കും ഉണ്ടാവുക.
അവരോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ അവർ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈ നാടും ഇതുപോലെ ലോകത്തുള്ള ഷിയാക്കൾ നിറഞ്ഞതുപോലെയുള്ള നാടാക്കാനാണ് അവരുടെ പരിശ്രമം. സഹോദരങ്ങൾ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മുടെ മക്കളെയും കുട്ടികളെയും ഒക്കെ ഈ സ്വഹാബിമാരുടെ ശ്രേഷ്ഠതകളും അവരുടെ ഫദ്ലും അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞ സ്ഥാനവും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തതിൻ്റെ കാരണമാണ് ഈ കാണുന്ന ഫ്ലക്സുകളെല്ലാം. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈമാനുള്ളൊരു മുസ്ലിമിന് അവരുടെ സ്വഹാബത്തിന് അഥവാ സ്വർഗത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ അബൂബക്കറിനെയും ഉമറിനെയൊക്കെ ശപിക്കുന്ന ഒരുവന് അവൻ ഷഹീദാണ്, ഇസ്ലാമിൻ്റെ ആളാണ് എന്ന് പറഞ്ഞെടുത്തു കൊടുക്കാൻ സാധിക്കുന്നത്? എന്നാൽ ഇപ്പുറത്ത് ഈ സ്വഹാബികളുടെ ശ്രേഷ്ഠതകൾ വിളംബരം ചെയ്യുന്ന, അവരെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദർസുകൾക്കെല്ലാം സജ്ജീകരണം ചെയ്യുന്ന മറ്റു മുസ്ലിം രാജ്യങ്ങളെ അവർ മോശപ്പെട്ട ആളുകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. നമ്മളാരും ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും എല്ലാ നിലക്കും 100-100 ഇസ്ലാം പെർഫെക്റ്റ് ആണെന്ന് നമ്മളാർക്കും വാദമില്ല. പക്ഷെ അവരെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിലുള്ള ആളുകളാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവരാരും ഷിയാക്കളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബിദ്അത്തിന്റെ അഖീദ പ്രചരിപ്പിക്കുന്നവരല്ല. മറിച്ച് സ്വഹാബികളുടെ അഖീദയാണ് പഠിക്കേണ്ടത് എന്ന് പറയുന്നവരാണ്. അവരെ ആളുകൾ വെറുക്കുകയും ചെയ്യുന്നു. സ്വഹാബികളെ വെറുക്കുന്നവരെ ആളുകൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്താണ് അവസ്ഥ? കാരണം ജനങ്ങൾ അടിസ്ഥാനം തന്നെ മറന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അമീറുൽ മുഅ്മിനീൻ അബു ഹഫ്സ് എന്നുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുനിയത്താണ്. ഹഫ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മക്കളിൽ ആരുമല്ല. ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ മകളെ പേര് ഹഫ്സ എന്നുണ്ട്. അത് ഹഫ്സയാണ്, ഹഫ്സത്തു, ഹഫ്സല്ല. ഹഫ്സ് എന്നുള്ളത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കുട്ടിയില്ല. ഹഫ്സ് എന്നുള്ളത് സിംഹത്തിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. അത് ചില പേരുകൾ എന്ന് പറയുന്ന അതിന്റെ വിശേഷണം കൊണ്ട്, അദ്ദേഹം ധീരനായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കുനിയത്താണുള്ളത്. അബു ഹഫ്സ് എന്നുള്ള അദ്ദേഹത്തിന് എന്തുകൊണ്ട് യോജിക്കുന്ന ഒരു കുനിയത്താണ്. സിംഹത്തെക്കാൾ ശൗര്യമുണ്ടായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. അപ്പൊ അദ്ദേഹം അങ്ങനെയാണ് ആ നാമകരണം ചെയ്തത്. നമ്മൾ മനസ്സിലാക്കുക, കുനിയത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. കുനിയത്ത് നമുക്ക് മക്കൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മക്കളില്ലാത്ത ആളുകൾക്ക് കുനിയത്ത് സ്വീകരിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മു അബ്ദില്ലയാണ്. അവർക്ക് അബ്ദുള്ള എന്ന പേരുള്ള മകൻ ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ പേര് സ്വീകരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യരല്ലാത്തതിലേക്കും മറ്റു വസ്തുക്കളിലേക്കും ഒക്കെ കുനിയത്തായി ചേർക്കാം. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കുനിയത്ത് അബൂ തുറാബ് എന്നാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കുനിയത്തുണ്ട്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ്. അതുപോലെ തന്നെ അബു ഹുറൈറ, അദ്ദേഹത്തിന്റെ പേര് തന്നെ കുനിയത്തിലൂടെയാണ് പ്രസിദ്ധമായിട്ടുള്ളത്. അബു ഹുറൈറ, ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുനിയത്തുകൾ സ്വീകരിക്കാം. പ്രത്യേകിച്ചും കുനിയത്ത് സ്വീകരിക്കുന്നത് നാട്ടിൽ പ്രചരിക്കുകയാണ് എങ്കിൽ അങ്ങനെ സ്വീകരിക്കൽ നല്ലതാണ്. ആളുകൾ ആ നിലക്ക് അഭിസംബോധന ചെയ്യലും അത് വളരെ അടുപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. അറബികളൊക്കെ അങ്ങനെ ആ രൂപത്തിൽ കുനിയത്തിൽ സ്നേഹത്തോടുകൂടി ആളുകളെ വിളിക്കാറുണ്ട്. ആ നിലക്ക് അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. അബു ഹഫ്സിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സമിഅ്തു എന്ന് പറഞ്ഞിട്ട് ഒരു റാവി പറയുകയാണെങ്കിൽ അതാണ് ഹദീസ് വിജ്ഞാന ശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ റിവായത്തുകളിൽപ്പെട്ട ഒന്നതാണ്. സമിഅ്തു എന്ന് പറഞ്ഞാൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ടു എന്നാണ് അർത്ഥം. അല്ലാതെ എനിക്ക് വേറൊരു സഹാബി പറഞ്ഞു തന്നതല്ല. അദ്ദേഹത്തിന് വേറൊരു സഹാബി പറഞ്ഞു തന്നാൽ ആ റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ഉദ്ധരിക്കുന്നു എന്ന രൂപത്തിലൊക്കെ അവർ ഹദീസ് പറഞ്ഞു കൊടുക്കും. സമിഅ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നേർക്ക് നേരെ കേട്ടു എന്നാണ്. ചില റിവായത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മിമ്പറിൽ നിന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടത് എന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്താണ് ഹദീസിൽ പറയുന്നത്? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നാണ്. ഇന്നമ എന്ന പദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഇന്നമ എന്ന പദത്തിന് അദാതു ഹസ്രിൻ, അതാ മാത്രം, അതുമാത്രം, ശേഷം പറയുന്നത് മാത്രമാണ് എന്ന് പറയുന്നതായ ഒരു കാര്യമാണ്. ഇന്നമൽ അഅ്മാലു, തീർച്ചയായും പ്രവർത്തനങ്ങൾ മാത്രമാണ്, ബിന്നിയാത്ത്, നീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നാണ്. അഥവാ ഇബാദത്തുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബാദത്ത് നമ്മിൽ നിന്നും സ്വീകരിക്കണമെങ്കിൽ നീയത്തുണ്ടായേ മതിയാവുകയുള്ളൂ. ഇബാദത്തുകൾ നീയത്തില്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇനി ആദാത്തുകളാണെങ്കിൽ, ദൈനംദിന പ്രവർത്തനങ്ങളാണെങ്കിൽ, ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ, ഉറങ്ങൽ, വിശ്രമിക്കൽ പോലെയുള്ള കാര്യങ്ങളാണ് എങ്കിൽ നീയത്തുണ്ടെങ്കിലേ അതിന് പ്രതിഫലാർഹമാവുകയുള്ളൂ. അത് സ്വഹീഹാകാൻ നീയത്തിന്റെ ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. അതാണ് ആ വാചകത്തിന്റെ അർത്ഥം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്,
തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇബാദത്തുകളാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ബിന്നിയാത്ത്, നീയത്തോടു കൂടി മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. എന്നാൽ ആദാത്തുകളാണെങ്കിൽ, ദൈനംദിന പ്രവർത്തനങ്ങളാണെങ്കിൽ അതിൻ്റെ സവാബിന്, അതിൻ്റെ പ്രതിഫലത്തിന് അത് നീയത്തോടു കൂടി മാത്രമേ സഹോദരങ്ങളെ ലഭിക്കുകയുള്ളൂ എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നമൽ അമാലു ബിന്നിയാത്ത്, ചില റിവായത്തിൽ ഇന്നമൽ അമലു ബിന്നിയ എന്നൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായും അമൽ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്താണ് നീയത്ത് എന്ന് പറയുന്നത്? നീയത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന കാര്യത്തിനാണ്, കൽബ് കൊണ്ട് ഉറപ്പിക്കുന്ന കാര്യത്തിനാണ് നീയത്ത് എന്ന് പറയുന്നത്. അത് സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നീയത്ത് നമ്മൾ കൽബ് കൊണ്ട് ഉറപ്പിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നീയത്തുൽ മഅമൂലി ലഹു എന്ന് പണ്ഡിതന്മാർ പറയും. ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു നീയത്തുണ്ട്. അതാണ് നമ്മുടെ ഇബാദത്തിലെ നീയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നീ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? നീ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണോ? അതല്ല ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അള്ളാഹുവോടൊപ്പം മറ്റാരെങ്കിലുമൊക്കെ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? മറ്റാരുടെയെങ്കിലുമൊക്കെ പ്രതിഫലം, മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു പുകഴ്ത്തൽ, മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു പൊരുത്തം അത് നീ ഉദ്ദേശിക്കുന്നുണ്ടോ? പാടില്ല. പൊരുത്തവും പുകഴ്ത്തലും പ്രശംസയും പ്രതിഫലവുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രം നീ പ്രതീക്ഷിക്കുക. അതാണ് നീയത്തുൽ മഅമൂലി ലഹു എന്ന് പറയുന്നത്. രണ്ടാമത്തത് നീയത്തുൽ അമൽ. നീ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നിനക്ക് ധാരണ വേണം. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, പക്ഷെ എന്താണ് ഈ ചെയ്യുന്നത്? അസ്ർ നിസ്കരിക്കുകയാണോ? മഗ്രിബ് നിസ്കരിക്കുകയാണോ? ഇശാ നിസ്കരിക്കുകയാണോ? സക്കാത്ത് കൊടുക്കുന്നതാണോ? അതല്ലാത്ത സദഖകൾ കൊടുക്കുന്നതാണോ? സക്കാത്തുൽ ഫിത്റാണോ കൊടുത്തത്? ഉദ്ഹിയത്താണോ അറുത്തത്? അഖീഖയാണോ അറുത്തത്? എന്താണ് നീ ചെയ്തത്? ആ പ്രവർത്തനം നീ അത് കരുതുക എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? എന്താണ് നീ ചെയ്യുന്നത്? ഈ രണ്ട് കാര്യങ്ങളും സഹോദരങ്ങളെ ഉണ്ടാവുക എന്നുള്ളതാണ് നീയത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇബാദത്ത് ശരിയാകണമെങ്കിൽ രണ്ട് നീയത്ത് വേണം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒന്ന് നീയത്തുൽ മഅമൂലി ലഹ്, ആർക്ക് വേണ്ടിയാണ് നീ അത് ചെയ്യുന്നത് എന്നുള്ള നീയത്ത്. രണ്ട് നീയത്തുൽ അമൽ, എന്തു പ്രവർത്തനമാണ് നീ ചെയ്യുന്നത് എന്നുള്ള നീയത്ത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നീയത്ത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം അഥവാ നീയത്തുൽ അമൽ, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. ആ വിഷയത്തിൽ അനാവശ്യമായ വസ്വാസ് ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ചില ആളുകൾക്ക് വസ്വാസ് ഈ രണ്ടാമത്തെ കാര്യം, ഞാൻ അത് ഒന്നും എടുത്താണോ. യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉറപ്പിക്കാൻ പ്രയാസപ്പെടേണ്ടത് ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ നീ ശ്രമിക്കുക, ആർക്കും കാണിക്കാതെ. എന്നാൽ രണ്ടാമത്തെ കാര്യം നീയത്തുൽ അമൽ, അത് സഹലാണ്, എളുപ്പമാണ്. നീ എന്തിനാണ് നീ മസ്ജിദിലേക്ക് ബാങ്ക് കൊടുത്തു വന്നാൽ നീ അത് മഗ്രിബ് നിസ്കരിക്കാനാണ്. നീ ടാപ്പ് തുറന്ന് വുളു എടുക്കാൻ പോകുമ്പോൾ നീ വുളു എടുക്കാൻ തന്നെയാണ്. ആ നീയത്ത് അവിടെ ഉണ്ട്. അതൊരു വസ്വാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിസ്കരിച്ചിട്ട് ഞാൻ അസറിന് നീയത്ത് വെച്ചോ മഗ്രിബ് നീയത്ത് വെച്ചോ, ഇല്ല. അങ്ങനെയുള്ള വസ്വാസം നിനക്ക് ഉണ്ടാകേണ്ടതില്ല. മറിച്ച് അത് എളുപ്പമുള്ള കാര്യമാണ്. പിശാജ് ഒരിക്കലും തന്നെ നിന്നെ കൊണ്ട് കളിക്കാൻ നീ വിടരുത്. പിശാജിന്റെ ഒരു കളിപ്പാട്ടമായി നീ തീരരുത്. വസ്വാസ് സംഭവിച്ച ആളുകൾ പലപ്പോഴും പിശാജ് അവൻ്റെ ഒരു കളിപ്പാട്ടാക്കും. വെറുതെ ഒന്നുകൂടി ഒതുകൊടുക്ക്, ഒന്നുകൂടി അങ്ങനെ ചെയ്യും, ഒന്നുകൂടി ഇങ്ങനെ ചെയ്യും. പിശാജ് അവനൊരു കളിപ്പാട്ടാക്കാൻ നോക്കും. നമ്മളതിന് വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ ഉറച്ചിക്കണം. ഞാൻ ഉറപ്പോടുകൂടിയാണ് ചെയ്തത്, ഞാൻ ഇതിനെ മാറ്റി ചെയ്യണം, ഞാനത് ഇന്നതിനാണ് വന്നത്, പിന്നതിന് ഞാൻ വേറെ എന്ത് ഭയപ്പെടാനാണുള്ളത്. ആ രൂപത്തിലേക്ക് സഹോദരങ്ങളെ, നമ്മൾ നീയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ ആ വസ്വാസിലേക്ക് പോയി. അതിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചും ഈ നീയത്തുൽ അമൽ എന്ന് പറയുന്നത് അതിന്റെ കാര്യം സഹലാണ്. അത് രണ്ട് സന്ദർഭത്തിൽ മാത്രമേ നീയത്ത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ളൂ. ഒരേപോലത്തെ രണ്ട് അമലുകൾ ഒരുമിച്ച് വരിക. ഉദാഹരണത്തിന് ഒരാൾ യാത്രയോ മറ്റോ കഴിഞ്ഞ് ലുഹറും അസറും നിസ്കരിക്കണം. അപ്പൊ ആദ്യത്തെ ലുഹറാണ്, രണ്ടാമത്തെ അസറാണ്, രണ്ടും 4 റക്കായത്താണ്. അപ്പൊ നമുക്ക് കൃത്യമായ നീയത്ത് വേണം, കൃത്യമായ നീയത്ത് നമുക്ക് വേണം. അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരേപോലെ അമല് ഒരുമിച്ച് വരികയാണല്ലോ. അതല്ലെങ്കിൽ പിന്നീട് ഒരു സാഹചര്യം നമ്മൾ തെറ്റായ ഒരു നീയത്ത് പ്രത്യേകമായി ഉണ്ടാവുക. ഒരാൾ അസർ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ആ വീട്ടിൽ നല്ലോണം ഉറങ്ങിയിട്ട് വരിക. അപ്പോൾ പെട്ടെന്ന് ഞെട്ടിയപ്പോൾ സമയമായപ്പോൾ വേഗം ഓടി വന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ ലുഹറിന് മുമ്പ് ഉറങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലുഹർ ബാങ്കെന്നൊക്കെ ചിന്തയിലാണ് ചിലപ്പോൾ വരിക. അപൂർവം ചിലപ്പോൾ സംഭവിച്ചേക്കാം. കൈ കെട്ടിയപ്പോൾ അവൻ ലുഹർ എന്നുള്ള ചിന്തയിലാണ് ഉള്ളത്. അപ്പോൾ പിന്നീട് അവൻ നേരെ ക്ലോക്കോ മറ്റോ കണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നപ്പോൾ അവൻ മനസ്സിലായി ഇത് അസറാണ്, സംഭവം 4 ക്ലോക്കി കാണിക്കുന്നത്, 1 മണിയല്ല. അപ്പോൾ അവൻ തെറ്റായ നീയത്തോടുകൂടിയാണ് വന്നത്. അവിടെയൊക്കെയാണ് അവൻ തെറ്റിപ്പോകുന്നത്. അപ്പോൾ അവൻ നിസ്കാരം കൈ അയക്കണം, വീണ്ടും ലുഹറിന്റെ നീയത്തോ അസറിന്റെ നീയത്തോടു കൂടി കയറണം. അപ്പോൾ കാരണം അവൻ ലുഹർ നിസ്കരിച്ചവനാണ്. അപ്പോൾ തെറ്റായ നീയത്തായി പോയി. അപ്പം അങ്ങനെയുള്ള തെറ്റായ നീയത്ത് പ്രത്യേകമായി വരുമ്പോൾ മാത്രമേ നമുക്കൊരു അതിൽ ശ്രദ്ധിക്കേണ്ടതായി വരുന്നുള്ളൂ. അതല്ല എങ്കിൽ
ഏതൊരു ഇബാദത്തും നമ്മൾ അതിനു വേണ്ടി മുന്നിട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ അതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരു മനുഷ്യൻ ഒരു കാര്യം, ഒരു ഇറാദത്തുണ്ടെങ്കിൽ, ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു നീയത്ത് ഉണ്ടാകും. അങ്ങനെ വെറുതെ ഒരു കാര്യത്തിലേക്ക്, കാരണം നീയത്തില്ലാതൊരു കാര്യം ചെയ്യാനാണ് പണി. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നീയത്തില്ലാതൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നതാണ് പണി. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു ഉദ്ദേശം മനസ്സിലുണ്ടാകും. ആ മനസ്സിലുള്ള ഉദ്ദേശത്തിനാണ് നീയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലൊരു അനാവശ്യമായ വസ്വാസ് ആവശ്യമില്ല എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് ഇബാദത്തിനെ കുറിച്ചാണ്. മുആമലാത്തുകളെ കുറിച്ചാണെങ്കിൽ അവിടെ നമുക്ക് അതിന്റെ സിഹത്തിന്, അതിന്റെ സ്വീകാര്യതക്ക് നീയത്ത് ആവശ്യമില്ല. എന്ന് വെച്ചാൽ നീ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അള്ളാഹിന്റെ പ്രതിഫലം കിട്ടണമെന്ന് നീ ഉദ്ദേശിക്കണമെന്ന് നിനക്ക് ആ ഭക്ഷണം കഴിക്കുന്ന പ്രവൃത്തി സഹിഹാകാൻ ആവശ്യമില്ല. നീ അതിന്റെ ആസ്വാദനം കൊണ്ട് കഴിച്ചാലും ശരി, ആ അമല് സഹിഹാണ്, അത് തെറ്റാവുന്നില്ല, നിനക്ക് കുറ്റം കിട്ടാനൊന്നും പോകുന്നില്ല. നീ ഉറങ്ങുമ്പോൾ ആസ്വദിച്ചുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നീ ദുന്യവിയായ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നീ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അവിടെ നിനക്ക് വലിയ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടാൻ അത് കാരണമാകും. കാരണം രണ്ടു മനുഷ്യന്മാർ, അവരിൽ ഒരാൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവന്റെ നീയത്ത് നേരത്തെ ഒന്ന് ഉറങ്ങി സുബഹിക്കുമ്പോൾ എഴുന്നേറ്റ് ഒരു 3 റക്അത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ സുബഹി കറക്റ്റ് ജമാഅത്തിന് പോകണമെങ്കിൽ നേരത്തെ ഉറങ്ങണം. അപ്പം അങ്ങനെ നേരത്തെ വിശ്രമം കിട്ടിയാലേ എനിക്ക് നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന നീയത്തിൽ ഒരാൾ രാത്രി കടന്ന് ഉറങ്ങുമ്പോൾ, വുളു എടുത്ത് ദിക്റൊക്കെ ചൊല്ലി ഉറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അവന്റെ ആ ഉറക്കം മുഴുവനും ഇബാദത്തായി തീരുകയാണ്. അതുപോലെ അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതേപോലെ അവൻ ഭക്ഷണം കഴിക്കുകയാണ്. എനിക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഭക്ഷണം കഴിച്ചേ മതിയാവുകയുള്ളൂ. അത് രണ്ട് അഭിപ്രായം ഇല്ലാത്ത കാര്യമാണ്. ഭക്ഷണം കഴിക്കാതെ എത്ര ദിവസം എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരാൾക്കും ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. മനുഷ്യനെ സാധിക്കുന്ന കാര്യമല്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എത്ര ദിവസം വെള്ളവും ഭക്ഷണമൊക്കെ കഴിക്കാതെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അത് കഴിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ആ നീയത്ത് അവന്റെ മനസ്സിൽ ആദ്യം വരികയാണെങ്കിൽ ഇതൊക്കെ കഴിച്ചാലേ അള്ളാഹിന്റെ മാർഗത്തിൽ നല്ല ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അവനൊരു എക്സസൈസ് ചെയ്യുക, ശരീരത്തിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു വ്യായാമത്തിൽ ഏർപ്പെടുകയാണ്, അവിടെയും അവൻ നീയത്ത് വെക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹിന്റെ മാർഗത്തിൽ എനിക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഉറക്കമാകട്ടെ, ഭക്ഷണമാകട്ടെ, വ്യായാമമാകട്ടെ, അവന് പ്രതിഫലം അർഹമായി തീരുകയാണ്. എന്നാൽ ഇപ്പുറത്ത് ഇതേ കാര്യങ്ങൾ ചെയ്യുന്ന വേറൊരാളുണ്ടാകും. അയാൾ ഉറങ്ങുമ്പോൾ നേരത്തെ റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം, നേരത്തെ കിടന്ന് ഉറങ്ങണം, നല്ല രസമുണ്ട്, കിടന്നുറങ്ങണം. അയാൾ കുറ്റക്കാരനല്ല, അയാൾ സുബഹിക്കാരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ വേറെ കുറ്റമൊന്നും അയക്കില്ല, അയാൾ ഉറക്കം ശരിയാണ്. അയാൾ ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം, നല്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ നന്നായി അയാൾ കഴിക്കുക, യാതൊരു കുഴപ്പമാക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തയൊന്നുമില്ല. വ്യായാമം കഴിക്കുമ്പോൾ അയാൾ നല്ല ശരീരം, നല്ല ശക്തി വേണം എന്നൊക്കെ പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും അയാൾ ചിന്തിക്കുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ മറ്റ് ചിന്തകളൊന്നും ഇല്ലാത്തിടത്തോളം കാലം ഈ 3 കാര്യങ്ങളും തെറ്റൊന്നുമില്ല, ശരിയാണ്. പക്ഷെ ആദ്യത്തെ ആൾക്ക് ഇതേ സമയമാണ് അയാളും ചെലവഴിച്ചത്, പക്ഷെ അയാൾ അതൊക്കെ പ്രതിഫലമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആദാതു അഹ്ലിൽ യഖ്ള ഇബാദ, ഉണർവോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരുവന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ഇബാദത്തായി തീരും. അവൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തായിട്ടാണ് ചെയ്യുന്നത്. അവൻ നടക്കാൻ ഇറങ്ങിയാൽ പോലും അവൻ ആ ചിന്ത ഉണ്ടാവും. കാരണം ഞാൻ നടക്കുന്നത് നല്ല വൃത്തിയിലൊക്കെ നടന്ന് ശരീരമൊക്കെ ഒന്ന് ഉഷാറാക്കിയാൽ എനിക്ക് നല്ല നീണ്ടു നിവർന്ന് നിസ്കരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ വെള്ളം കുടിക്കുന്നത്, അതിലൊക്കെ അവൻ ആ ചിന്ത ചിന്തിക്കും. എല്ലാ കാര്യത്തിലും അവൻ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കും. അവന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മൊത്തം പ്രതിഫലാർഹമാക്കി തീർക്കും. എന്നാൽ ഇപ്പുറത്ത് ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലതി ആദാത്ത്, ഗഫ്ലത്തുള്ള അശ്രദ്ധയിലുള്ള ആളുകളുടെ ഇബാദത്തുകൾ അത് ആദാത്തുകൾ പോലെ ആയി തീരും. അത് നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ ഒന്നിലൊരു നിയ്യത്തില്ല, അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണം എന്നുള്ള ചിന്തയില്ല, എപ്പോഴും അശ്രദ്ധയിലാണ്. അല്ല, ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ പോലും അവൻ ഇസ്തിഹ്ലാറുൽ ഖൽബില്ലെങ്കിൽ, ഹൃദയ സാന്നിധ്യം, മനസാന്നിധ്യം ഇല്ലെങ്കിൽ അവന്റെ പ്രതിഫലം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അവന് വളരെ കുറഞ്ഞ പ്രതിഫലമായിരിക്കും തീരും, ആദാത്തുകൾ പോലെ ആയി തീരും, യാന്ത്രികമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലെയായി തീരും. അങ്ങനെ ആകരുത്. ഓരോ സമയത്തും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ് പറയുന്നത്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് ചില അമലുകളുണ്ട്, അതൊരാൾ പ്രത്യേക നിയത്ത് വെച്ചിട്ടില്ലെങ്കിലും മോശമായ ഒരു നിയത്ത് അയാൾ വെക്കാത്തിടത്തോളം കാലം ആ കാര്യം അയാൾക്ക് പ്രതിഫലാർഹമായി തീരും. ഉദാഹരണത്തിന്, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കും. ആ പുഞ്ചിരിയിൽ വേറെ മോശമായ ചിന്തയൊന്നും നിനക്കില്ലെങ്കിൽ അതിന് നിനക്ക് പ്രതിഫലമുണ്ട് എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ സഹോദരനോട് പുഞ്ചരിച്ചാൽ അത് സ്വതക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയായ ഒരു കാര്യം നീ നിസാരമാക്കി കാണേണ്ട. അത് നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നീ പുഞ്ചരിക്കുന്നതാണെങ്കിലും ശരി, അതൊരു സദഖയുടെ പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകളിൽ പറയും വന്നിട്ടുണ്ട്.
അപ്പോൾ അതൊരാൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ നിയത്ത് വെച്ചിട്ടുണ്ടാവില്ല, സ്വതക്കിട്ടുന്ന നിയത്തുണ്ടാവില്ല, പെട്ടെന്ന് ചെയ്യുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത അത്തരം കാര്യങ്ങളിൽ വേറെ മോശമായ ഉദ്ദേശം ഇല്ലാത്തിടത്തോളം കാലം, കാരണം ചിരിക്കുക, അതിലൂടെ അവൻ്റെ കൽബിൽ ഒരു സന്തോഷം പകരുക, ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രതിഫലം അവൻ ലഭിക്കും എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നമൽ അമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അവൻ അതാണ് ഉണ്ടാവുക. അഥവാ നന്മ ഉദ്ദേശിച്ചാൽ അവൻ നന്മയുണ്ടാകും, തിന്മ ഉദ്ദേശിച്ചാൽ അവന് തിന്മയായിരിക്കും ഉണ്ടാവുക. എന്താണോ അവൻ്റെ ഉദ്ദേശം അതാണ് അവന് ലഭിക്കുക എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. അത് നമ്മൾ നല്ല നല്ല നീയത്തുകൾ എപ്പോഴും മനസ്സിലുണ്ടാകുക എന്നുള്ളത് നല്ലതാണ്. പണ്ഡിതന്മാർ പറയാണ്, അപ്പം നമ്മളിപ്പോൾ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത്, ഈ മസ്ജിദിൽ വരുമ്പോൾ നമ്മളിവിടെ എന്തെല്ലാം ഹൈറുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമുക്ക് ആ യാത്രയും ആ വരുന്നതുമെല്ലാം പ്രതിഫലാർഹമാണ്. അവിടെ ചില കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാതിരുന്നാൽ പോലും, ഉദാഹരണത്തിന് ഒരാൾ ഇന്ന് മഗ്രിബിന് ഇവിടെ വരുമ്പോൾ വെള്ളിയാഴ്ച ദിവസം അവിടെ ദർശനം ഉണ്ടാകും. അയാൾ ചിലപ്പോൾ മെസ്സേജ് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദർശനം ഉണ്ടാകും. ഇന്ന് ദർശനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞ മെസ്സേജ് ചിലപ്പോൾ അയാൾ കണ്ടിട്ടുണ്ടാവില്ല. അയാൾ പ്രതീക്ഷയോടുകൂടി ഇന്ന് വന്നാൽ അവിടെ ചരിത്രത്തിൻ്റെ ദർശിട്ടായിരിക്കും, ഹദീസിൻ്റെ ദർശിട്ടായിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ വരുന്നൊരു മനുഷ്യനായിരിക്കും. അയാൾ അവിടെ എത്തുമ്പോഴായിരിക്കും അറിയുന്നത്, ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ, ഇന്ന് ക്ലാസ് ഇല്ല. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മഗ്രിബ് ജമാഅത്തായി നിസ്കരിക്കുക. അങ്ങനെ മഗ്രിബിൻ്റെ ഇശയുടെ ഇടയിൽ അവിടെ നിന്ന് ഈ ചരിത്ര ക്ലാസ് കേൾക്കുക, ഹദീസ് ക്ലാസ് കേൾക്കുക, അഖീദ ക്ലാസ് കേൾക്കുക, ദീന് പഠിക്കുക എന്ന നീയത്തോടു കൂടിയാണ് വരുന്നത് എങ്കിൽ അയാളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവിടെ അത് നടന്നിട്ടില്ല എങ്കിൽ പോലും അയാൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യൻ എന്താണോ നിയത്താക്കിയത് അത് അവൻ ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ്. അതേപോലെ പണ്ഡിതന്മാർ പറയാണ്, ജനാസ നടക്കുന്ന ചില പള്ളി ഉണ്ടാവും, പ്രത്യേകിച്ചും സൗദി അറേബ്യയിലും അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ചില പള്ളിയിൽ എപ്പോൾ പോയാലും ജനാസ ഉണ്ടാവും. അപ്പോൾ മസ്ജിദുൽ ഹറമുകൾ 2 ഹറമുകളിൽ ഉണ്ടാകും, അതുപോലെ അല്ലാത്ത മസ്ജിദുകളിലും ഉണ്ടാകും. ഒരാൾ പോകുമ്പോൾ ചിന്തിക്കണം, അവിടെ ജമാഅത്ത് നിസ്കാരം അതുപോലെ ജനാസ നിസ്കാരം എനിക്ക് കിട്ടും. നിസ്കാരം കഴിഞ്ഞ ജനാസ നിസ്കാരം അവിടെ ഉണ്ടല്ലോ. ജനാസ നിസ്കാരത്തിന് വലിയ പ്രതിഫലമാണ്, ഉഹുദ് മലയോളം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ജനാസ നിസ്കരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ചില സമയത്ത് ഉണ്ടാകും, ആ സമയത്ത് ജനാസ ഉണ്ടാവില്ല. അത് ഹറമിലാണെങ്കിൽ ചില അപൂർവമായിട്ട് ചില സമയത്ത് അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ടാവില്ല, ജനാസ നിസ്കാരം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായി ജനാസ നടക്കുന്ന ചില മസ്ജിദുകളുണ്ട്, അവിടെ ചിലപ്പോൾ നമ്മൾ പോയാൽ അവിടെ ഒരു ജനാസ പോലും ഉണ്ടാവില്ല. ചില സമയത്ത് നമ്മൾ പോയാൽ 9 or 10 ഒക്കെ മയ്യത്ത് ഒരുമിച്ചുണ്ടാവുകയും ചെയ്യും. അപ്പം ആ നീയത്തോടു കൂടി അവൻ അങ്ങോട്ട് പോയാൽ യഥാർത്ഥത്തിൽ അത് അവിടെ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും സഹോദരങ്ങളെ അതിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അതിനിപ്പുറത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. ഇതേപോലെ ഒരു മനുഷ്യൻ തിന്മ ചെയ്യണമെന്നുള്ളൊരാഗ്രഹവുമായി ഒരു നാട്ടിലേക്ക് പോകുകയാണ്, അതല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് അടുക്കുകയാണ്. അവൻ്റെ ശരീരങ്ങളും മനസ്സുമെല്ലാം അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷെ അവൻ്റേതല്ലാത്തതായ കാരണങ്ങൾ കൊണ്ട്, അത് അവൻ വേണ്ടാന്ന് വെച്ചിട്ട് ഒഴിവാക്കിയതല്ല, എന്തോ അശക്തി കാരണത്താൽ അതവിടെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അവന് ആ തിന്മയുടെ കുറ്റമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഇതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫിഹിമ, 2 മുസ്ലിമീങ്ങൾ പരസ്പരം ആയുധവുമായി ഏറ്റുമുട്ടി, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഖാലു ഹാദൽ ഖാതിൽ ഫമാ ബാലുൽ മഖ്തൂൽ, സ്വഹാബികൾ ചോദിച്ചു, കൊന്നവന്റെ കാര്യം ശരി, കൊല്ലപ്പെട്ടവൻ എന്താ നരകത്തിലാവാൻ കാരണം? കാരണം ഇവൻ കൊല്ലപ്പെട്ടില്ലേ, മരിച്ചുപോയില്ലേ, മറ്റവനാണ് കൊന്നത്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കൊല്ലപ്പെട്ടവൻ നരകത്തിലാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കൊല്ലപ്പെട്ടവൻ എന്തിനാണ് നരകത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വഹിബിഹി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം മറ്റേവനെയും കൊല്ലാൻ വേണ്ടി തൽപരനായിരുന്നു. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ ഇറങ്ങിയതാണ്. പക്ഷേ അവൻ ആദ്യം കൊന്നതുകൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് അവൻ്റെ നീയത്തിൻ്റെ ആ പ്രതിഫലം എന്താണ്? നരകമാണ്. മരണപ്പെട്ടു പോയി, കൊല്ലപ്പെട്ടു പോയി. പക്ഷെ അവനും ഈ പറയാണ് അല്ലെ, അങ്ങനെയുള്ള പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, ആളുകളെ ഉപദ്രവിക്കാൻ, ഗുണ്ടാ പണിയൊക്കെ ആയിട്ട്, വാടക ഗുണ്ടകളായിട്ടൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരില്ലേ, അങ്ങനെ പോകും. ചിലപ്പോൾ പോയവനായിരിക്കും അവിടെ തട്ടിപ്പോവുക, പോയവനെ മറ്റവനെ ആക്രമിക്കണ്ട. പക്ഷേ ഇവനോ ആ പോയതിൻ്റെ കുറ്റം അവനുണ്ട്. അവനായിട്ട് അവിടെ എത്തിയപ്പോൾ അവൻ ആ പണി ഒഴിവാക്കിയതല്ല, തിരിച്ചടി കിട്ടിയപ്പോൾ അവൻ അവിടെ സൈഡായി പോയി, അല്ലെങ്കിൽ മരിച്ചുപോയി, കൊല്ലപ്പെട്ടു പോയി. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പം അത്തരം മോശപ്പെട്ട നീയത്തുകളുമായി നമ്മൾ നടക്കാൻ പാടില്ല. ആ കാര്യം നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നെങ്കിൽ പോലും അതിൻ്റെ കുറ്റം നമുക്കുണ്ടാകും. അതുകൊണ്ട് നീയത്ത് എപ്പോഴും നമ്മൾ നല്ല നീയത്തുകൾ മനസ്സിലുണ്ടാക്കണം എന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നീയത്തിന്റെ ഒരു ഉദാഹരണം വെച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി.
അപ്പോൾ ആര് അവൻ അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും ഹിജറ ചെയ്യുന്നുവോ ഫഹിജറത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അപ്പോൾ അവന്റെ ഹിജറ അള്ളാഹുലേക്കും റസൂലിലേക്കും തന്നെയായിരിക്കും. അഥവാ ആരുടെ ഹിജറയാണ് നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ പുറപ്പെടുന്നത് എങ്കിൽ അവൻ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ടായിരിക്കും. അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന മാർഗത്തിൽ പോയാൽ ആ മാർഗത്തിൽ തന്നെയായിരിക്കും അവൻ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഹിജറ എന്ന് പറയുന്നത്? ഹിജറയുടെ കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. കാരണം അറബികൾക്ക് എളുപ്പത്തിൽ അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. ഹിജറ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, ആ വാക്കിനർത്ഥം അസ്ഹത്തർക്ക്, ഉപേക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്ന ഹിജറ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് അൽ ഇന്തിഖാലു മിൻ ബിലാദിൽ കുഫ്രി ഇലാ ബിലാദിൽ ഇസ്ലാമി ഫിറാറൻ ബിദ്ദീൻ, ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുഫർ വ്യാപിച്ചിട്ടുള്ള രാജ്യത്ത് നിന്നും ഇസ്ലാമിന്റെ രാജ്യത്തിലേക്ക് പാലായനം ചെയ്യുക എന്നുള്ളതാണ് ഹിജറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിജറ ഖിയാമത്ത് നാൾ വരെ ബാക്കിയുള്ള കാര്യമാണ്. അത് അങ്ങനെ ഒരു അമൽ നിലനിന്നു പോയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യമാണ്. ലാ ഹിജറ ബഅദൽ ഫത്ഹ്, ഫത്ഹിന് ശേഷം ഹിജറ ഇല്ല എന്ന ഹദീസ് സഹോദരങ്ങളെ, മക്കം ഫത്ഹിന് ശേഷം അഥവാ മക്ക മുസ്ലിമീങ്ങളുടെ രാജ്യമായതിനു ശേഷം ഇനി ആരും മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോകേണ്ടതില്ല എന്നത് മാത്രമേ അറിയിക്കുന്നുള്ളൂ. അതല്ല എങ്കിൽ എല്ലാ നാടുകളിലും ഖിയാമത്ത് നാൾ വരെ ദീൻ സംരക്ഷിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടുന്ന് പോകാൻ അവന് സാധിക്കുമെങ്കിൽ അവൻ പോകുന്ന ആ കാര്യത്തിനാണ്, പ്രവർത്തിക്കാണ് ഹിജറ എന്ന് പറയുന്നത്. അതിന്റെ ഹുക്കും എന്താണ്? അതിന്റെ ഹുക്കും അവന് സാധിക്കുന്നവനാണെങ്കിൽ വാജിബാണ്. അഥവാ അവനിവിടെ അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ സാധിക്കുന്നില്ല, ഉപദ്രവിക്കപ്പെടുകയാണ്, പ്രയാസം ഉണ്ടാവുകയാണ്, നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, ബാങ്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല, എങ്ങനെയും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ പോലും പൂർത്തിയാക്കാൻ അവിടെ സാധിക്കുന്നില്ല, ആളുകൾ ഭയപ്പെടുത്തുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ് എങ്കിൽ സാധിക്കുമെങ്കിൽ, അവിടെ ഇസ്തിതാഅത്ത് നിബന്ധനയാണ്, സാധിക്കാത്തൊരുവനെ അത് നമുക്ക് അവന് വാജിബ എന്ന് പറയാൻ സാധിക്കുകയില്ല. സാധിക്കുമെങ്കിൽ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോകുക എന്നുള്ളതാണ് ബാധ്യതയായിട്ടുള്ളത്. അതല്ലാതെ ഞാൻ എൻ്റെ നാട് വിട്ട് എവിടെയും പോലെ ഇസ്ലാം പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിക്കലല്ല. അഥവാ നിന്റെ നാടിനേക്കാൾ, ജന്മനാടിനേക്കാൾ, നിനക്കിവിടെ കിട്ടുന്ന ഭൗതികമായ സുഖങ്ങൾ കുറഞ്ഞാലും ശരി ഇസ്ലാം നീ വിട്ടുകൊടുക്കാൻ പാടില്ല. നീ ദീനനുസരിച്ച് മരണം വരെ ജീവിക്കണം. കാരണം നീ എന്നൊന്നും ഇവിടെ ജീവിക്കാനുള്ളവനല്ല, നിനക്ക് പരലോകമുണ്ട്. അതുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കാൻ നിനക്ക് എവിടെയാണോ എളുപ്പമാകുന്നത് അവിടേക്ക് പോകുക എന്നുള്ളതാണ്. ഇത് മനുഷ്യന്മാർ അവരുടെ ദുന്യവിയായ ഭൗതികമായ കാര്യങ്ങൾക്ക് എപ്പോഴും ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ നല്ല പഠന സൗകര്യമില്ല എങ്കിൽ ആളുകൾ കാനഡയിലേക്ക് പോകും, ആളുകൾ അമേരിക്കയിലേക്ക് പോകും, ആളുകൾ UK പോകും. എന്തിനാണ്? ഇവിടെ MBA പഠിക്കാൻ അത്ര സൗകര്യമില്ല, അല്ല ഇവിടുന്ന് പഠിച്ചാൽ നമുക്ക് നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട്. കാരണം ഇവിടെ അതിന് സൗകര്യമില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതികതയേക്കാൾ നമുക്ക് ഏറ്റവും പ്രാധാന്യം നമ്മുടെ ദീനാണ്. ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കിവിടെ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെ സാധിക്കുന്ന ഒരു നാട്ടിലേക്ക് പോകാൻ എല്ലാം കൊണ്ടും, സാമ്പത്തികമായും അതുപോലെ ആ നാട് നമ്മളെ സ്വീകരിക്കുന്നതുമായും ഒക്കെ ആയിട്ട് എളുപ്പമുണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകുന്ന ഒരു പ്രവൃത്തിക്കാണ് ഹിജറ എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ചില ആൾ ഹിജറ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ തീവ്രവാദ പ്രവർത്തനം പോലെ ഹിജറ എന്താ ഹിജറ എന്ന് പറഞ്ഞാൽ? ഹിജറ എന്ന് പറഞ്ഞാൽ നാട് മാറിപ്പോകും. ഇവിടെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, ദീനനുസരിച്ച് ജീവിക്കുന്ന സ്ഥലത്തേക്ക് മാറിപ്പോവുക സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ നാട്ടിലേക്ക് പോയി സ്വന്തം നാട്ടിനെതിരെ എന്തെങ്കിലുമൊക്കെ തിരിയാന്നോ, സ്വന്തം നാട്ടിനെതിരെ അക്രമം അയച്ചുവിടാന്നോ, ഇതൊന്നും അതിന്റെ അർത്ഥമൊന്നുമില്ല. ദീനനുസരിച്ച് നമുക്ക് ജീവിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരലോകം മാത്രമാണ്. അല്ല ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനോ ദുനിയാവിൽ ഏതെങ്കിലും നാട് വെട്ടിപ്പിടിക്കാനോ ഇതൊന്നും നമ്മുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല. ദീനെ നമുക്ക് സംരക്ഷിക്കണം. ദീന നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നമുക്കും കുടുംബത്തിനൊക്കെ ശരിക്കും ജീവിക്കാൻ പറ്റണം. അങ്ങനെ ഒരു സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെ മാറിപ്പോകൽ അതിന് സാധിക്കുന്നവർക്ക് വാജിബാണ്. എന്നാൽ ഒരാൾക്കത് സാധിക്കുന്നില്ല, മിക്കപ്പോഴും ഇന്നത്തെ ഒരു സാഹചര്യം പോലെ. കാരണം പല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നമ്മൾ അങ്ങനെ ഹിജറ അവിടെ പോയി അങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ കെട്ടിയെടുത്ത് അവിടെ സ്വീകരിക്കാൻ സ്വീകരിക്കുന്നില്ല. നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ ഒന്നും ചിലപ്പോൾ അങ്ങനെ സാധിക്കുകയില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്കത് നിർബന്ധമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇനി പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം പോലെ ദീനനുസരിച്ച് അൽഹംദുലില്ലാ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ നമുക്കതിന് വലിയ നന്ദി ഉണ്ടാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. അല്ലാഹു തആലയോട് വലിയ നന്ദി ഉണ്ടാകേണ്ട കാര്യം, നമുക്ക് നമ്മുടെ ദീനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ പരമാവധി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും തിരിച്ചറിയണം ആ നിഅമത്തിനെ കുറിച്ച്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ നിലക്കും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നമുക്ക് സാധിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് വാജിബാകുന്നില്ല. എന്നാൽ അത്
മുസ്തഹബാകുമോ? അതെ, മുസ്തഹബാണ്. അപ്പോഴും പ്രതിഫലാർഹമായ കാര്യമാണ്. നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇതിനേക്കാൾ കൂടുതൽ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും തീർച്ചയായും ഇസ്ലാമിക രാജ്യങ്ങൾ. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് പോകൽ പ്രതിഫലാർഹമായ കാര്യമാണ്, കുറ്റകരമല്ല നമ്മളവിടെ തുടർന്നു കഴിഞ്ഞാൽ. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, ചില ആളുകൾക്ക് അത്തരം സാഹചര്യങ്ങളിൽ നാട്ടിൽ നിൽക്കലാണ് അഫ്ളൽ. ആർക്കാണത്? ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് അവരെ കൊണ്ട് ഉപകാരമുണ്ട് എങ്കിൽ ആ ഒരു മുസ്തഹബ് ഒഴിവാക്കിക്കൊണ്ട് അവൻ നാട്ടിൽ തുടരലാണ് അവൻ മുസ്തഹബ്. എന്ന് വെച്ചാൽ ഒരു മസ്ജിദിന്റെ ഇമാം, ഒരു മസ്ജിദിന്റെ ഖതീബ്, അല്ലെങ്കിൽ ആ നാടുകളിൽ ആളുകൾക്ക് ദീൻ പകർന്നു കൊടുക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആളില്ലാതായി പോകും. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇസ്ലാമിക രാജ്യങ്ങളിൽ തുടരലാണ് ചിലപ്പോൾ. അത് അവർക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് അതായിരിക്കും അഫ്ളൽ. ആ നാട് വിട്ടു പോകുന്നതിനേക്കാളും അഫ്ളൽ അവർക്ക് അതായിരിക്കും എന്ന് സഹോദരങ്ങളെ പറയാം. ഇതാണ് ഹിജറയുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് ബാക്കിയുള്ള കാര്യമാണ്. ഇനി ചില സമയത്ത് ഹിജറ അത് ഇസ്ലാമിക രാജ്യത്തേക്ക് പോകണമെന്നില്ല, മറിച്ച് മഅസിയത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും താഅത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകലും മറ്റൊരു ഹിജറയാണ്. അതോ നമ്മൾ നിൽക്കുന്ന നാട് അത് ചിലപ്പോൾ അനിസ്ലാമിക രാജ്യമാകട്ടെ, ഇസ്ലാമിക രാജ്യമാകട്ടെ, പക്ഷെ വളരെയധികം ഫാഹിഷത്ത്, മ്ലേച്ഛതകൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കേടായിപ്പോ, നമ്മൾ തന്നെയും കേടായിപ്പോ, കുടുംബം കേടായിപ്പോ. അങ്ങനെ ഒരു മോശപ്പെട്ടൊരു ചുറ്റുപാടാണ് അവിടെ ഉള്ളത് എങ്കിൽ കുറച്ചങ്ങോട്ട് മാറി നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അള്ളാഹുവിന് നന്നായി താഅത്ത് ചെയ്യാൻ, പുണ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യമാണ്. അത് ചെയ്യേണ്ടതായ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ ഔ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഒരാളുടെ മോശം നിയ്യത്ത് എങ്ങനെ നല്ലൊരു സൽക്കർമ്മം അതിന് പ്രതിഫലാർഹമല്ലാതായി തീരുക എന്നതിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. കാരണം ഹിജ്റ എന്ന് പറയുന്നത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്, അതിൻ്റെ പ്രതിഫലത്തിൽ പെട്ടതാണ്. ഒരാൾ അങ്ങനെ ദീൻ സംരക്ഷണത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോയാൽ അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. 3 കാര്യങ്ങൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ അവൻ്റെ കുഫറിന്റെ കാലഘട്ടത്തിലുള്ള മുഴുവൻ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവന് സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതുപോലെ ഒരാൾ ഹിജ്റ ചെയ്ത് കഴിഞ്ഞാൽ അവന് സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. കാരണം വളരെ മഹത്തരമായ, എളുപ്പമുള്ളൊരു പരിപാടിയല്ല അത്, വളരെ മഹത്തരമായ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണം. പക്ഷേ ഒരുവന്റെ ഈ മഹത്തരമായ ഹിജ്റ അവൻ എന്തിനു വേണ്ടിയിട്ടാണ്? ലിദുനിയ യുസീബുഹ, ദുനിയാവിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത് എങ്കിൽ, ഔ ഇംറഅത്തിൻ യൻകിഹുഹ, അതല്ലെങ്കിൽ ആ നാട്ടിൽ പോയാൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കും എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തരം താഴ്ത്തിയിട്ടാണ് പറയുന്നത്, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. എന്തിലേക്കാണോ പോകുന്നത് അത് തന്നെ അവന് കിട്ടുള്ളൂ. അതായത് ഈ ഹിജ്റയുടെ ഒരു ഗുണം അവന് കിട്ടൂല എന്നാണ്. ഉദാഹരണത്തിന് ഒരാൾ മക്കത്തേക്ക് കാര്യമായിട്ട് പോവാൻ, അയാൾക്ക് നല്ല നിയ്യത്തോടു കൂടി പോവാം. പക്ഷെ വേറൊരാളുടെ ഉദ്ദേശം അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടം ചെയ്യാൻ പറ്റും, നല്ല ബിസിനസ് നടക്കും, ഒരു കഫ്തീരിയ തുടങ്ങിയ നല്ല ബിസിനസ് നടക്കും എന്ന ചിന്തയാണ്. ഹറമിൽ പോകണം എന്നുള്ള ചിന്തയോ അതല്ലെങ്കിൽ ഇസ്ലാമികമായ ചുറ്റുപാടുണ്ടാകണം എന്നുള്ള ചിന്തയൊന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, നിനക്ക് ആ കിട്ടുന്ന റിയാലുകൾ കിട്ടുമെന്നല്ലാതെ ഹിജ്റയുടെ പ്രതിഫലം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നീ എവിടെയാണോ പോകുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ പോകുന്നത്, ആ നീയത്ത് നിനക്ക് ഉണ്ടാകണം. അല്ല, ചില സമയത്ത് ദുന്യവിയായ നീയത്തുകളാണ് നിനക്കുള്ളത് എങ്കിൽ, അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിക്കേണ്ട ഒരു കാര്യത്തിന് ദുന്യവിയായ നീയത്തുകളാണ് നിനക്കുള്ളത് എങ്കിൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല ശിക്ഷ കൂടി ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ മിമ്മ യുബ്തഗ ബിഹി വജ്ഹുല്ലാഹ്, അള്ളാഹിന്റെ വജൂഹ് മാത്രം പ്രതീക്ഷിക്കപ്പെടേണ്ടതായ ഒരു കാര്യമാണ് ദീൻ പഠനം എന്ന് പറയുന്നത്. ആരെങ്കിലും അത് ദീൻ പഠിക്കുന്നു, ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറളൻ മിനദ് ദുനിയ, പക്ഷെ അവൻ പഠിക്കുന്നത് ദുനിയാവിന്റെ വിഭവങ്ങൾ എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയിട്ടല്ലാതെ മറ്റൊന്നിനുമല്ല എങ്കിൽ ലം യജിദ് അറഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗമല്ല സ്വർഗത്തിന്റെ പരിമളം പോലും അവൻ ലഭിക്കുകയില്ല എന്നാണ്. അള്ളാഹിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിച്ച് ദീൻ പഠിക്കുക എന്നുള്ളതൊക്കെ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. പക്ഷെ ഒരാൾ പോകുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്തെങ്കിലുമൊക്കെ ദുനിയാവ് കൊണ്ട് നേടാൻ പറ്റും, ഈ ദീനിന്റെ ഒരു പട്ടം എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ ആളുകളുടെ ദുനിയാവ് എനിക്ക് പോക്കറ്റിലാക്കാൻ സാധിക്കും എന്ന നീയത്തോടു കൂടിയാണ് ഒരാൾ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്യുന്നത് എങ്കിൽ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ പരിമളം പോലും അവൻ ലഭിക്കുകയില്ല എന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത്
ഇങ്ങനെയുള്ള ചില ദീനിയായ കാര്യങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുന്യവിയായ ചില നേട്ടങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരാൾ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഉദാഹരണത്തിന് കുടുംബബന്ധം ചേർക്കാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ആര് അവന്റെ ഉപജീവനത്തിൽ വിശാലത ആഗ്രഹിക്കുന്നുവോ, ആരവന്റെ ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ഫല്യസിൽ റഹിമ, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. പണ്ഡിതന്മാർ പറയണം, ഒരാൾ കുടുംബബന്ധം ചേർക്കുമ്പോൾ, കുടുംബക്കാരെ വീട്ടിലേക്ക് കയറി ഇറങ്ങുമ്പോൾ പോകുമ്പോഴൊക്കെ എൻ്റെ ആയുസ്സിൽ വിശാലത ഉണ്ടാകണം, റിസ്കിൽ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകണം എന്ന് ചിന്തിച്ചാൽ അത് തെറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ പറയുന്നുണ്ട്, അതാകരുത് നിന്റെ പ്രധാനപ്പെട്ട ചിന്ത. പരലോകത്തെ പ്രതിഫലം നീ പ്രതീക്ഷിക്കണം. കാരണം കുടുംബബന്ധം ചേർക്കുന്നവന് സ്വർഗമുണ്ടെന്ന ഹദീസുകളിലുണ്ടല്ലോ, അതായിരിക്കണം നിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, നിന്റെ ഏറ്റവും വലിയ ചിന്ത അതായിരിക്കണം. എന്നാൽ അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ച ദുന്യവ്യായ നേട്ടങ്ങൾ അത് നീ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇങ്ങനെ പറയപ്പെടാത്തതായ ഇബാദത്തുകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് അങ്ങനെ പ്രതിഫലം പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ പണ്ഡിതന്മാർ പറയുന്നത് അവിടെ ഒരിക്കലും തന്നെ നമ്മൾ ദുന്യവ്യായ നേട്ടങ്ങൾ ആഗ്രഹിക്കരുത്. ഇനി അമൽ ബാത്തിലായി പോകുമോ ഇല്ലേ? പണ്ഡിതന്മാർ പറയാണ്, അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദുന്യവ്യായ നേട്ടമാണെങ്കിൽ അമൽ ബാത്തിലായി പോകും. എന്നാൽ അവന്റെ ലക്ഷ്യം പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രതിഫലം തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം ദുന്യവ്യായ നേട്ടം ആഗ്രഹിക്കുകയാണെങ്കിൽ അവന്റെ അമൽ ബാത്തിലാവില്ല, പ്രതിഫലം കുറയും. ഉദാഹരണം പറയുകയാണ്, ഒരാൾ സുന്നത്ത് നോമ്പ് എടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കണം? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്നതാണ്, വലിയ പ്രതിഫലം നൽകുന്നതാണ്. പരലോകത്ത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് നോമ്പെടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഒരാളത് അവന്റെ ഡയറ്റ് പ്ലാനാണ് നോമ്പെടുക്കുന്നത് അവന്റെ ഷുഗർ കുറയാനാണ്, ഇങ്ങനെയുള്ള ചിന്തകളാണ്, ദുന്യവ്യായ ചിന്തകളാണ് എങ്കിൽ, എന്നാൽ അള്ളാഹിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല എങ്കിൽ അവന്റെ പ്രതിഫലം കുറഞ്ഞു പോകും. പക്ഷേ ഒരാൾ അവന്റെ ചിന്ത തന്നെ ഡയറ്റാണ്, പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ അമൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. കാരണം പ്രത്യേകിച്ച് ഈ അമലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ നമ്മോട് പറഞ്ഞു തന്നിട്ടില്ല എന്നാണ്. ഈ ഹദീസിന്റെ അവതരണ പശ്ചാത്തലമായി ഫമൻ കാന ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹ അവ ഇംറഅത്തിൻ യൻകിഹുഹ, ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഒരു സംഭവം പറയാറുണ്ട്. ഒരു മനുഷ്യന് ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി ഒരു നാട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസ് വന്നത് എന്നാണ്. പക്ഷേ അങ്ങനെ ഈ ഹദീസ് ആ കാരണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്, ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് വന്നതാണ് എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇബ്നു റജബ് റഹിമഹുല്ലാഹി പോലുള്ള ആളുകളൊക്കെ അതിനെ എതിർക്കുന്നുണ്ട്. എന്നാൽ ഈ ഖിസ്സ സഹീഹാണ്. ഈ സംഭവം അങ്ങനെ ഒരാൾ ഹിജ്റ അങ്ങനെ ചെയ്തിട്ടുണ്ട്, സ്ത്രീയെ വിവാഹം ചെയ്യിക്കുന്നതിനോട് നാട്ടിലേക്ക് പോയ സംഭവം ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടല്ല ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചത് എന്നാണ് പറയുന്നത്. ഇനി സഹോദരങ്ങൾ, ഈ ഹദീസിന് ചില പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഈ ഹദീസ് അത് ഗരീബായ ഹദീസാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഹദീസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇത്രയും സ്വഹാബികൾ ഉണ്ടായിട്ടും ഈ ഹദീസ് റിവായത്ത് ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അതെന്തോ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് പോലെയാണ്. ഈ ഹദീസ് പലരും റിവായത്ത് ചെയ്തതായി വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും സ്വഹീഹായ പരമ്പരയിൽ വന്നിട്ടില്ല. സ്വഹീഹായ പരമ്പരയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അൽഖമത്ത് ഇബ്നുൽ വഖാസ് അൽ-ലൈസി, അദ്ദേഹത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്നും ഇദ്ദേഹം മാത്രമേ കേട്ടിട്ടുള്ളൂ. അൽഖമയിൽ നിന്നും മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അത്തൈമി, അദ്ദേഹം മാത്രമേ കേട്ടിട്ടുള്ളൂ. മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അത്തൈമിയിൽ നിന്നും യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി റഹിമഹുല്ലാഹു ജമീഅൻ, അദ്ദേഹം മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിന്റെ ആ പരമ്പര നോക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അൽഖമ മാത്രം, അൽഖമയിൽ നിന്നും മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അത്തൈമി മാത്രം, അദ്ദേഹത്തിൽ നിന്നും യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി മാത്രം. ഇങ്ങനെയാണ് പരമ്പരയിലുള്ളത്. സാധാരണഗതിയിൽ അങ്ങനെ ഹദീസ് ഒരുപാട് സ്വഹാബി തന്നെ ഒരു ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ടാവും. സ്വഹാബികൾ തന്നെ ഒരു 4-5 എണ്ണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ. പിന്നെ സ്വഹാബികളിൽ നിന്നും ഒരുപാട് ആളുകൾ, പിന്നീട് ഒരുപാട് ആളുകൾ, അങ്ങനെ തബക്കുകൾ, ഓരോ തട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ ഈ ഹദീസിന്റെ പ്രത്യേകത ആദ്യത്തെ 3 തട്ടുകളിലൊക്കെ ഓരോ ആളുകൾ മാത്രമേ ഉള്ളൂ, വേറൊരാളിലേക്കും അത് പോയിട്ടില്ല. പിന്നെ ഒരുപാട് ആളുകൾ 300-500 അത്രയും ആളുകൾ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസ് സ്വഹീഹാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ ആയി എന്നുള്ളതുകൊണ്ട് സഹിയാവാതിരിക്കുകയില്ല. കാരണം ഇത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം പറയുന്ന ഹദീസാണ്. ഈ ആശയമാകട്ടെ ഖുർആനിലും മറ്റൊരുപാട് ഹദീസുകളിലുമെല്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ 1-ാമത്തെ ഹദീസും അവസാനത്തെ ഹദീസും ഇങ്ങനെ തന്നെയാണ്. അവസാനത്തെ ഹദീസ് ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്.
അതും ഇങ്ങനെ തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാത്രമാണ് റിവായത്ത് ചെയ്യുന്നത്. അതിന്റെ സനദിലും അങ്ങനെ തന്നെയാണ്. ചില പണ്ഡിതന്മാർ ശാരിഹ്യങ്ങൾ പറയുന്നുണ്ട്, ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഒന്നാമത്തെ ഹദീസും അവസാനത്തെ ഹദീസും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് ചില ഹദീസ് നിഷേധികൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി ആയേക്കാം. കാരണം ഹദീസ് നിഷേധികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട്, ഒരൊറ്റാൾ മാത്രമേ കേട്ടിട്ടുള്ളൂ എങ്കിൽ ആ ഹദീസ് സ്വീകരിക്കേണ്ടതില്ല, ഖബർ വാഹിദ് സ്വീകരിക്കേണ്ടതില്ല, ഒറ്റയാളുള്ള ഹദീസ് സ്വീകരിക്കേണ്ടതില്ല, ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ മുതവാത്തിറായാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന വാദക്കാരുണ്ട്. ഒരുപക്ഷെ ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചന കൊണ്ടുള്ള മറുപടി ആയേക്കാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഹദീസ് ഉസൂലുൽ ഇസ്ലാമിൽപ്പെട്ട കാര്യമാണ് എന്ന് പറയാൻ കാരണം, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണെന്ന് പറയാൻ കാരണം, പണ്ഡിതന്മാർ പറഞ്ഞു അമൽ സാലിഹ്, സൽക്കർമ്മം, അത് 2 നിബന്ധന ഉണ്ടെങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതൊന്ന് നല്ല നീയത്താണ്, രണ്ടാമത്തത് ഇത്തിബാ ആണ്. ആ നീയത്തിന്റെ കാര്യം ഈ ഹദീസിൽ പറയുന്നുണ്ട്. ഇത്തിബാഇന്റെ കാര്യം 5-ാമത്തെ ഹദീസായാൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ബിദ്അത്തുമായി ബന്ധപ്പെട്ട ഹദീസ്, ഈ ദീനിൽ ഇല്ലാത്ത കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടുമെന്ന് പറയുന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം എന്ന് പറയുന്നത് ഇബാദത്ത് സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ഇതിന് ഉസൂലുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് നിസ്ഫുൽ ഇൽമാണ്, ഇൽമിന്റെ പകുതിയാണെന്ന് പറയുന്നുണ്ട്. കാരണം ഒരു കാര്യത്തിൽ നീയത്ത് ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. നീയത്തില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വേറെ ചിലർ പറഞ്ഞു ഇത് സുലുസുൽ ഇൽമാണ്, ഇൽമിന്റെ 3/1. കാരണം അമൽ എന്ന് പറയുന്നത് അത് നാവ് കൊണ്ടും അതുപോലെ തന്നെ ഖൽബ് കൊണ്ടും ശരീരാവയവങ്ങൾ കൊണ്ടുമാണ്. അതിലൊന്നാണ്, ഖൽബുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സുലുസുൽ ഇൽം, ഇൽമിന്റെ 3/1 എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു മദാറുൽ ഇസ്ലാമി അലാ സലാസത്തി അഹാദീസ്, ദീനുൽ ഇസ്ലാം അത് 3 കാര്യങ്ങൾ, 3 അച്ചുതണ്ടിലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്നിട്ട് 1-ാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, 2-ാമത്തെ ഹദീസ് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ഈ ദീനിലില്ലാത്ത കാര്യം പുതുതായി കൊണ്ടുവന്നാൽ തള്ളപ്പെടുമെന്നുള്ളത്. 3-ാമത്തത് ഹലാലു ബയ്യിൻ വൽ ഹറാമു ബയ്യിൻ വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്ത്, ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്, ഇതിനിടയിൽ ചില സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്, അത് ഒഴിവാക്കണമെന്ന് പറയുന്ന ആ ഹദീസാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചില ഫവായിദുകൾ കൂടി നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.